എൻ്റെ പേര് സജി എന്നാണ്. ഞാൻ വയനാട് ജില്ലയിൽ നീർവാര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ ASI ആയി ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ സ്ഥലത്ത് ഞാൻ കാപ്പി, കുരുമുളക്, കവുങ്ങ് തുടങ്ങിയ കൃഷി കൂടാതെ വിവിധ ഇനം ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശം 85 ഇനങ്ങൾ ഫ്രൂട്ട്സ് ഇനങ്ങളാണ് ഞാൻ എൻ്റെ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വിവിധ ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് വരാനുള്ളൊരു ശരിയായൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്രദേശത്ത് വിവിധ ക്യാൻസർ രോഗികൾ വളരെയധികം വർദ്ധിച്ചു വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരു വിഷമില്ലാത്ത നല്ലൊരു ഭക്ഷ്യോൽപ്പന്നം നമുക്ക് കഴിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക, വിവിധ ഫ്രൂട്ട്സ് ചെടികൾ നമ്മുടെ നാട്ടിൽ നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും എന്ന് വിവിധ കർഷകരിലേക്ക് അറിയിക്കുക. അതുവഴി എല്ലാവരും നല്ലൊരു ഭക്ഷണ രീതിയിലേക്കും കൃഷി രീതിയിലേക്കും തിരിയുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ കൃഷി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 7 വർഷത്തിന് മേലെയായി ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. ഇപ്പോൾ 20 ഇനത്തിന് മേലെ ഫ്രൂട്ട്സ് കായ്ച്ചു തുടങ്ങി. ഇനി ബാക്കി 65ഓളം ഇനങ്ങൾ കായ്ക്കുവാനുണ്ട്. വിദേശ ഫ്രൂട്ട്സാണ് ഞാൻ ഈ സ്ഥലത്ത് കൂടുതലായി കൃഷി ചെയ്തിട്ടുള്ളത്. ഇത് ഗോൾഡ് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. ഗോൾഡ് ഫ്രൂട്ട് ഈ ചെടി ശരിക്കും ഇപ്പോൾ നട്ടിട്ട് 4 വർഷമായിട്ടുണ്ട്. 4 വർഷമായിട്ട് ഈ ചെടി ഇത്രേ വളർന്നിട്ടുള്ളൂ. ഇത് വളരെ സ്ലോ ഗ്രോത്തിലാണ് വളരുക. മഞ്ഞ നിറത്തിലുള്ളൊരു പഴമാണ് ഇതിലുണ്ടാവുക. ഏകദേശം ഒരു 7 വർഷമൊക്കെ വേണം ഈ ചെടി കായ്ക്കുന്നതിന്. വിദേശ ഫ്രൂട്ടാണിത്. മധുരവും ചെറിയ പുളിയുമുള്ള വളരെ മനോഹരമായ രീതിയിൽ പഴങ്ങൾ കായ്ക്കുന്ന ഒരു ചെടിയാണ് ഗോൾഡ് ഫ്രൂട്ട്. അനോന ഫാമിലിയിൽപ്പെട്ട മുള്ളാത്ത എന്ന ചെടിയാണ് ഈ കാണുന്നത്. നമ്മുടെ മുള്ളാത്ത ഇപ്പം 5 വർഷം പ്രായമായിട്ടുണ്ട്. ഏകദേശം 3-3.5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇത് കായ്ക്കുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക് റേഡിയേഷനും കീമോതെറാപ്പി എന്നിവ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൗണ്ട് കുറയുന്നൊരു പ്രശ്നമുണ്ട്. ആ കൗണ്ട് കുറയുമ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ അവർക്ക് കൗണ്ട് കൂടുകയും അടുത്ത റേഡിയേഷന് എടുക്കുന്നതിന് സൗകര്യപ്രദമാവുകയും ചെയ്യും. ഇതിൻ്റെ പഴം ഒരു പുളിയും ചെറിയ മധുരമുള്ളൊരു പഴമാണ്. കഴിക്കാൻ കുഴപ്പമില്ല, നല്ല പഴം തന്നെയാണ്. അതേപോലെ ഇത് പച്ചയ്ക്ക് നമ്മൾ കറിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് കളക്ഷനിൽ നമ്മളൊരു ആപ്പിൾ തൈ കൂടി നട്ടിട്ടുണ്ട്. ഈ ആപ്പിൾ ശരിക്കും 2 വർഷം പ്രായമായ ആപ്പിളാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വയനാട് ജില്ലയിൽ കുറച്ചുകൂടി തണുപ്പ് കൂടുതലുണ്ടെന്നതിനാൽ ഇത് കായ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട് നടവയിൽ എന്ന സ്ഥലത്ത് ഞാൻ ഈ ആപ്പിൾ കായ്ച്ച് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചൊരു തൈയാണിത്. അടുത്ത വർഷം കായ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം പൂവിട്ടിരുന്നു, പക്ഷേ കാ പിടിച്ചിട്ടില്ല. ഇത് ഗാർസീനിയ ഫാമിലിയിൽപ്പെട്ട ഗാർസീനിയ ഗ്രിഗാറിസ് എന്നു പേരുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇപ്പം നിലവിൽ ഇതിൽ പൂക്കളുണ്ട്, പക്ഷേ ഈ പൂക്കൾ ഇപ്പോൾ കായ പിടിക്കില്ല. 1 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കായ പിടിക്കാൻ തുടങ്ങുകയുള്ളൂ. നിലവിൽ ഈ ചെടി ഇപ്പോൾ 2 വർഷം പ്രായമുണ്ട്. മധുരവും പുളിയുമുള്ള കൊടംപുളിയോട് കായിനോട് ഷേപ്പുള്ള, രുചിയായിട്ട് അത് മാച്ച് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടി മധുരവും പുളിയുമുള്ള ഒരു നല്ല ഇനം ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. പെർഫ്യൂം ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന കെപ്പൽ എന്നൊരു ഫ്രൂട്ട് പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കെപ്പൽ ചെടി കായ്ക്കുന്നതിന് വളരെയധികം കാലം താമസമുണ്ട്. ഏകദേശം 10 വർഷം എടുത്താൽ മാത്രമേ കെപ്പൽ ചെടി കായ്ക്കുകയുള്ളൂ. അതിൻ്റെ കമ്പിക്കൂടെയും മരത്തേക്കൂടെയും എല്ലാം പറ്റിപ്പിടിച്ച് ഉണ്ടയുണ്ട പഴങ്ങളായി കാണുന്നൊരു ഫ്രൂട്ടാണ് കെപ്പൽ ഫ്രൂട്ട്. കെപ്പൽ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇതിൻ്റെ പഴം കഴിച്ചാൽ വിയർപ്പിന് പോലും ഒരു ദിവസത്തേക്ക് സുഗന്ധം നിലനിൽക്കുമെന്നാണ് ഈ ചെടിയെപ്പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചെടി പെർഫ്യൂം ഫ്രൂട്ട് എന്നും അറിയപ്പെടുന്നത്. പക്ഷേ വളർച്ചാ നിരക്ക് വളരെ കുറഞ്ഞതും കായ്ക്കാൻ കാലപരിധി ആവശ്യവുമുള്ള, സമയപരിധി ആവശ്യമുള്ള ഒരു ചെടിയാണ് പെർഫ്യൂം ഫ്രൂട്ട്. നമ്മൾ ശരിക്കും ഫ്രൂട്ട് പ്ലാന്റ് നട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിനകത്ത് കാപ്പി കൃഷിയാണ് ശരിക്കും ചെയ്തിട്ടുള്ളത്. 1 ഏക്കർ സ്ഥലത്ത് നിറയെ നമുക്ക് കാപ്പിയുണ്ട്. കാപ്പി ജൈവ രീതിയിലാണ് കാപ്പി ചെയ്യുന്നത്. ജൈവ കാപ്പിക്കുരു ആയതിനെ തന്നെ നമുക്കതിന് ഉയർന്ന വില കിട്ടുന്നതുമുണ്ട്. കാപ്പി കൃഷിയുടെ ഇടയിൽ കാപ്പിയെ നഷ്ടപ്പെടുത്താതെ അതിൻ്റെ കുറച്ച് കമ്പുകൾ മാത്രം മുറിച്ച് മാറ്റി അതിനിടയ്ക്കൂടെ ഫ്രൂട്ട് പ്ലാന്റ് വളർത്തുകയും അവ കാപ്പിയുടെ മുകളിലേക്ക് വളർത്തി അതിൽ നിന്ന് ആദായം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്ഥലത്ത്
ഫ്രൂട്ട്സ് കൃഷി ചെയ്തിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൂട്ട് കൃഷിക്ക് മാത്രമായി നമ്മുടെ സ്ഥലം മാറ്റിവെച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന അതേ കൃഷികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫ്രൂട്ടുകളിൽ കൃഷി വിജയിപ്പിക്കാം എന്നതാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു മെച്ചം. ഇത് സീറ്റ് സാന്തോൾ എന്നൊരു ഫ്രൂട്ട് ചെടിയുടെ പ്ലാന്റാണ് ഈ കാണുന്നത്. സീറ്റ് സാന്തോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ പൂവിട്ടു, കാ പിടിച്ചിട്ടില്ല. പക്ഷേ എന്താണേലും അടുത്ത വർഷം 100% ഇത് കായ്ക്കുന്ന ഉറപ്പുണ്ട്. പല സ്ഥലങ്ങളിൽ ഈ ഫ്രൂട്ട് കായ്ച്ചിട്ടുമുണ്ട്. ഈ പഴത്തിന് ശരിക്കും പുളിയും മധുരവും കൂടിയ ടേസ്റ്റാണ്. എന്നിരിക്കലും സീറ്റ് സാന്തോൾ മൊത്തം നെറ്റിലും മറ്റും നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് അധികം നടണ്ട എന്നാണ് കൂടുതൽ ആളുകളുടെ ഒരു അഭിപ്രായമുള്ളത്. ഇതിന് പുളിയാണ് കൂടുതൽ മുന്നോട്ട് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അതുകൂടാണ്ട് മറ്റ് കൊങ്കൺ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഫ്രൂട്ട് കറി വെക്കാനും അവർ ഉപയോഗിക്കുന്നുണ്ട്. പുളിക്ക് പകരമായി കറി വെക്കാനും സീറ്റ് സാന്തോളിൻ്റെ ഫ്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സ്ഥലപരിമിതി കുറവുള്ളവർ ശരിക്കും ഒരു സീറ്റ് സാന്തോൾ നടണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ലാങ്സാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. വളരെ ചെറിയ പഴങ്ങൾ കൊലകൊലയായി കായ്ക്കുകയും ആയതിന് ചെറിയ മധുരവുമുള്ള ലോങ്ങൻ പോലെയുള്ള പഴങ്ങൾ കായ്ക്കുന്ന ഒരു മരമാണ് ലാങ്സാറ്റ്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി നല്ലൊരു ഫ്രൂട്ടാണ് ഡുക്കു എന്നറിയപ്പെടുന്നത്. ഡുക്കു നമ്മൾ നട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് കായ്ക്കാൻ പ്രായമായ ഒരു തൈയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് 3-3.5 വർഷം പ്രായമുള്ള തൈയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. തെക്ക് കിഴക്കൻ സ്വദേശിയായ എങ്കള എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ വലുതാവും. സ്ഥലപരിമിതി ഉള്ളവർക്ക് നടാൻ ഒട്ടും സ്യൂട്ടല്ല ഈ ചെടി. ഇത് വളരെ പെട്ടെന്ന് വളരുകയും ഏകദേശം ഒരു 5 വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്യും. ഇതിപ്പോൾ 4 വർഷം പ്രായമായ പ്ലാന്റാണ്. അടുത്ത വർഷം ഇത് കായ്ക്കുന്നതാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതിൻ്റെ ഫ്രൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അവക്കാഡോ പോലെ നേരിട്ട് തിന്നാൻ പറ്റാത്ത ജ്യൂസ്, ഷേക്ക് എന്നിവ അടിച്ച് കഴിക്കുന്നൊരു ഫ്രൂട്ടാണിത്. എന്നാൽ അവക്കാഡോനേക്കാളും കൂടുതൽ വിറ്റാമിൻ ഗുണങ്ങൾ കൂടുതലുണ്ട്. അവക്കാഡോൻ്റെ അത്രയും വലിപ്പമില്ല. ഏകദേശം ഒരു വയലറ്റ് കളറാണ് ഇതിൻ്റെ ഫ്രൂട്ടിനുള്ളത്. നിറച്ചും കുലകുലകളായി കായ്ക്കുകയും ചെയ്യും. അതാണ് എങ്കള ഫ്രൂട്ടിൻ്റെ പ്രത്യേകത. ഗാർസീന ഫാമിലിപ്പെട്ട അച്ചാച്ചയർ എന്നൊരു ഫ്രൂട്ട് പ്ലാന്റാണ് നമ്മളീ കാണുന്നത്. അച്ചാച്ചയർ കായ്ക്കുന്നതിന് ഏകദേശം 7 വർഷം വരെ കാലപരിധി ആവശ്യമാണ്. ഇതിപ്പോൾ 4 വർഷം കഴിഞ്ഞ് ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് നമ്മൾ കാണുന്നത്. ഇതിന് മാംഗോസ്റ്റിനുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. മധുരവും പുളിയും കലർന്ന ഒരു ഫ്രൂട്ടാണ് അച്ചാച്ചയറിൽ നിന്ന് ലഭിക്കുന്നത്. അച്ചാച്ചയറിൻ്റെ ഒരു പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആദ്യം മഞ്ഞ കളർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറിച്ച് കഴിച്ചാൽ അതിന് അതീവ പുളി ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട് ശരിക്കും മോശമാണെന്ന് വിചാരിക്കാൻ ഒരു സാധ്യതയുണ്ട്. മരത്തിൽ നിന്ന് തന്നെ വളരെ നന്നായി ഒരു ഓറഞ്ച് കളറാകുന്നതുവരെ നിർത്തി നന്നായി പഴുത്തതിന് ശേഷം പറിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ടാണ് അച്ചാച്ചയറു. അച്ചാച്ചയറിൻ്റെ ഫ്രൂട്ട് നമുക്ക് വിപണന സാധ്യതയുണ്ട്. ഇതിന് വളരെയധികം സൂക്ഷിപ്പ് കാലാവധി കിട്ടും. നമുക്ക് പറിച്ചു വെച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആണെങ്കിലും ഇതിന് വിൽപ്പനയ്ക്ക് പറ്റും. അതിൻ്റെ പുറംതൊണ്ട് വളരെ കട്ടിയുള്ളതുകൊണ്ട് അത് കേടാകുകയോ അതിൻ്റെ രുചി പോവുകയോ ചെയ്യുന്നില്ല. പക്ഷേ അച്ചാച്ചയറു ചൂടുള്ള കാലാവസ്ഥയിൽ വളർത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. തണുപ്പ് മാറി വലിയ ചൂട് വരുമ്പോൾ ഇത് വാടിപ്പോകുന്നതിന് വളരെയധികം സാധ്യതയുണ്ട്. നമ്മൾ നല്ല രീതിയിൽ നന കൊടുക്കുന്നതുകൊണ്ടും വയനാട് ജില്ല പോലെ കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടുമാണ് അച്ചാച്ചയർ ഇവിടെ നല്ല രീതിയിൽ വിജയിച്ച് കിട്ടുന്നത്. ഈ പ്ലാന്റിൻ്റെ പേര് സ്വീറ്റ് ലൂവി എന്നാണ്. സ്വീറ്റ് ലൂവിക്കപ്പഴം. ലൂവിക്കപ്പഴം എന്നത് അധികം വലിപ്പമില്ല, പക്ഷെ അത്യാവശ്യം മധുരമുള്ള നല്ലൊരു ഫ്രൂട്ടാണ് ലൂവിപ്പഴം. ലൂവിപ്പഴം എല്ലാ വീട്ടിലും വളർത്താൻ വളരെ സൗകര്യപ്രദമാണ്. അധിക സ്ഥലം വേണ്ട. കൂടാതെ ഇത് നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റും കൂടിയാണ്. ഇത് തളിർക്കുന്ന സമയത്ത് അതിൻ്റെ ഇലകളുടെ കളറും അതിൻ്റെ ഇലയുടെ ഭംഗിയും ഒക്കെ നോക്കുമ്പോൾ ഈ പ്ലാന്റ് ശരിക്കും സ്ഥലപരിമിതി ഉള്ളവർക്ക് കൂടി നടാൻ അനുയോജ്യമാണ്. ഇത് കാംബൂക്ക എന്ന പേരിലുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. കാംബൂക്ക എന്ന് പറഞ്ഞാൽ ജബോട്ടിക്ക മരമുന്തിരിയുടെ ഫാമിലിയായിട്ട് ബന്ധമുള്ള മറ്റൊരു ഫ്രൂട്ട് പ്ലാന്റാണ് കാംബൂക്ക.
കാമ്പുക്കയും വളരെ സ്ലോ ഗ്രോത്തുള്ള ഒരു ചെടിയാണ്. ഏകദേശം ഒരു 6-7 വർഷമൊക്കെ വേണം കായ് പിടിക്കാൻ. മഞ്ഞ നിറത്തിലുള്ള ചെറിയ പഴമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. നല്ല മധുരവും നല്ല രുചിയുമുള്ള നല്ലൊരു ഫ്രൂട്ടാണ് കാമ്പുക്കയിൽ നിന്ന് കിട്ടുന്നത്. കാമ്പുക്ക ഒരുപാട് വലിയ മരം ആകുന്നത് കുറവാണ്. നമ്മുടെ വീട്ടുവളപ്പിൽ നടാൻ പറ്റിയ നല്ലൊരു വിദേശ ഫ്രൂട്ടാണ് കാമ്പുക്ക. ഇത് മിൽക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പഴത്തിന് പാലിൻ്റെ രുചി ഉണ്ടെന്നാണ് പറയുന്നത്. ഷെയ്ക്ക് ജ്യൂസൊക്കെ അടിക്കാൻ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് മിൽക്ക് ഫ്രൂട്ട്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്തിന് ഇത്ര ഒരു വെൽവെറ്റ് കളറാണുള്ളത്. ആയതുകൊണ്ട് ഈ മരം വലുതായി കഴിയുമ്പോൾ ശരിക്കും ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് കൂടിയാണ് ഈ ചെടി. ഈ ചെടി കായ്ക്കുന്നതിന് 5 വർഷത്തിന് മേലെ പ്രായമുണ്ടെങ്കിൽ ഇത് കായ്ക്കുള്ളൂ. ഇതൊരു ഗ്രാഫ്റ്റ് ചെടിയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഏകദേശം 1.5 വർഷം 2 വർഷത്തിന് താഴെ പ്രായമുണ്ട് നിലവിൽ ഈ ചെടിക്ക്. ഇനി ഒരു 3 വർഷം കൂടി കഴിഞ്ഞാൽ ഇത് കായ്ക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ പേര് സ്വീറ്റ് കോകം എന്നാണ്. സ്വീറ്റ് കോകം പ്ലാന്റ് കൊങ്കൺ ഏരിയയിലേക്കൊക്കെ നന്നായി കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ് സ്വീറ്റ് കോകം. സ്വീറ്റ് കോകത്തിൻ്റെ പഴുത്ത് കഴിഞ്ഞാൽ അതിന് ചുവന്ന കളറാണ് പഴത്തിനുണ്ടാകുക. പഴത്തിൻ്റെ തൊലിക്ക് അതിശക്തമായ പുളിയാണ്. നമുക്ക് ശരിക്കും കഴിക്കാൻ പോലും പറ്റില്ല. എക്സ്ട്രീം എന്ന് പറയാൻ പറ്റും. സ്വീറ്റ് കോകത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളായി ഉപയോഗിക്കുന്നുണ്ട്. സ്വീറ്റ് കോകത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത്. അത് ശരിക്കും ഒരു മാംഗോസ്റ്റിൻ്റെ ഫ്രൂട്ട് പോലെ മധുരവും പുളിയുമുള്ള ഒരു നല്ല ഫ്രൂട്ടാണ് സ്വീറ്റ് കോകത്തിൻ്റെ ഫ്രൂട്ട്. നമ്മളതിൻ്റെ ഫ്രൂട്ട് പറിക്കുകയാണെങ്കിൽ അതിൻ്റെ റെഡ് കളർ നമ്മുടെ കയ്യിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ നടാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് സ്വീറ്റ് കോകം. ഈ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ പേര് മക്കാഡാമി എന്നാണ്. ഇത് ശരിക്കും ഒരു ഫ്രൂട്ട് പ്ലാന്റ് അല്ല, ഇതൊരു നെട്ടാണ്. ഈ നെട്ട് ഒരുപാട് വിറ്റാമിൻസ് ഉള്ളൊരു നെട്ടും വളരെ വിലയേറിയ ഒരു നെട്ടുമാണ്. 1 കിലോ നെട്ടിന് 4000 മുതൽ 5000 രൂപ ഇതിന് വില വരുന്നുണ്ട്. ഈ ചെടി ശരിക്കും വയനാട് ജില്ല പോലെ കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഏറ്റവും നന്നായി വളരാൻ സാധ്യതയുള്ളത്. ഇതിന് വെയിൽ കൂടി കഴിഞ്ഞാൽ ഇത് വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മുള്ളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ ചെറിയൊരു ഇല പിടിക്കുകയാണെങ്കിൽ ഒരു മുള്ളിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് വളരും ഈ മരം. പക്ഷേ എന്നാലും 7 വർഷം കൊണ്ടാണ് നമുക്കിതിൽ നിന്ന് ശരിയായിട്ട് കായ്ഫലം കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ 4.5 വർഷമായൊരു പ്ലാന്റാണ്. കഴിഞ്ഞ വർഷം ഇതിൽ ഒരു ചെറിയൊരു പൂ വിട്ടു, പക്ഷേ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടില്ല. അടുത്ത വർഷം നന്നായി കായ്ക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനൊരു ഷെല്ലുണ്ട്. ആ ഷെല്ല് പൊട്ടിച്ച് അതിനുള്ളിലെ പരിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു നെറ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് മക്കാഡാമിയ. ഈ ചെടിയുടെ പേര് അബിയു എന്നാണ്. അബിയു ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ആളുകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് അബിയു. മഞ്ഞ പഴമുള്ള ഒരു ഫ്രൂട്ടാണ് അബിയു. ചെറിയ മധുരവും കാര്യങ്ങളുള്ള ഒരു പഴമാണ് അബിയു. അബിയു തന്നെ പല വെറൈറ്റി ഉണ്ട്. ജൈൻറ്റ് അബിയു ഉണ്ട്, അല്ലാതെ മറ്റു പല വെറൈറ്റികളുണ്ട്. ഇത് സാധാ അബിയു ആണ്, ജൈൻറ്റ് അബിയു അല്ല. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അബിയു പൂക്കാറും കായ്ക്കാറുമുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അബിയു നിറയെ പൂവിട്ട് നിൽക്കുകയാണ്. ഈ പൂ വിരിഞ്ഞ് ഈ വർഷം ഉടനെ തന്നെ സീസണിൽ കാ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫിലിപ്പീൻ സ്വദേശിയായ ലിപ്പോട്ട് എന്നൊരു ഫ്രൂട്ട് പ്ലാന്റാണിത്. ലിപ്പോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിപ്പോട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരമാവും. ഇതിൻ്റെ പഴങ്ങൾ ഞാവൽപ്പഴം പോലെ ക്ലസ്റ്ററായിട്ട് കൂട്ടായിട്ടാണ് ഉണ്ടാകുന്നത്. വെളുത്ത പൂവുണ്ടായി അതിനുശേഷം ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് പഴങ്ങൾ പഴുത്ത് കിട്ടും. പക്ഷേ ഞാവൽപ്പഴത്തിനേക്കാളും കായ്കൾ അടുത്തടുത്ത് ഇറുങ്ങി പിടിക്കുന്ന സ്വഭാവമാണ് ലിപ്പോട്ടിനുള്ളത്. പക്ഷേ ഞാവൽപ്പഴം നമ്മൾ പറഞ്ഞാൽ ഞാവൽപ്പഴത്തിൻ്റെ രുചിയുമായിട്ട് ലിപ്പോട്ടിന് യാതൊരു ബന്ധവുമില്ല. ലിപ്പോട്ടിൻ്റെ പഴത്തിന് അത്യാവശ്യം മധുരവും ചെറിയ ഒരു ചവർപ്പുമാണുള്ളത്. നമ്മൾ കുറച്ച് ഉപ്പ് തളിച്ചിട്ട് ഈ ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ രുചികരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ആളുകളും കഴിക്കുന്നത്. അതുകൂടാണ്ട് ഇത് വൈനുണ്ടാക്കാനും ഷെയ്ക്ക് ഉണ്ടാക്കാനും വളരെ ഉപകാരപ്രദമായൊരു പഴമാണ് ലിപ്പോട്ട്. ഈ ചെടിയുടെ പേര് ബ്ലാക്ക് സപ്പോട്ട എന്നാണ്. ബ്ലാക്ക് സപ്പോട്ട എന്ന് പേരുണ്ടെങ്കിൽ ശരിക്കും സപ്പോട്ട ഫാമിലിപ്പെട്ടൊരു ചെടിയല്ല ബ്ലാക്ക് സപ്പോട്ട.
ബ്ലാക്ക് സപ്പോട്ട ഏകദേശം 5 വർഷമൊക്കെ വേണം കായ്ച്ച് കിട്ടുന്നതിന്. ബ്ലാക്ക് സപ്പോട്ടയുടെ പഴത്തിൻ്റെ ഉൾവശം കറുപ്പാണെന്നുകൊണ്ടാണ് അത് ബ്ലാക്ക് സപ്പോട്ട എന്നറിയപ്പെടുന്നത്. അത് നമ്മൾ ബ്രെഡിൽ ജാമായി ഉപയോഗിച്ച് കഴിക്കാറുണ്ട്. അതുകൂടാണ്ട് ഷെയ്ക്ക് അടിച്ചും നേരിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫ്രൂട്ടാണ് ബ്ലാക്ക് സപ്പോട്ട. ബ്ലാക്ക് സപ്പോട്ട ശരിക്കും നിറച്ചും കഴിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നന്നായി കഴിക്കാൻ സാധ്യതയുള്ളൊരു ഫ്രൂട്ടാണ് ബ്ലാക്ക് സപ്പോട്ട. ഈ ചെടിയുടെ പേര് മേമി സപ്പോട്ട എന്നാണ്. സൗത്ത് അമേരിക്ക സ്വദേശിയാണ് മേമി സപ്പോട്ട. മേമി സപ്പോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കായ്ക്കുന്നതിന് ഏകദേശം 7 വർഷം വരെ എടുക്കും എന്നതാണ്. ഒരു സപ്പോട്ട അത് കായ്ച്ചാൽ അത് പഴുത്ത് കിട്ടുന്നതിന് 1.25 വർഷം വരെ എടുക്കാറുണ്ട്. അതിൻ്റെ കമ്പുകളിൽ ഉണ്ടാകുന്ന ഈ സപ്പോട്ട ഏകദേശം 1 കിലോ വരെ തൂക്കം വരുന്നതാണ്. മുറിച്ച് കഴിഞ്ഞാൽ റെഡ് ലേഡി കപ്പളങ്ങയുടെ നിറത്തോടു കൂടിയും നല്ല മധുരവും നല്ല രുചിയുമുള്ള നല്ലൊരു സപ്പോട്ടയാണ് ഈ ഇനം സപ്പോട്ട. ഈ മേമി സപ്പോട്ട ഒരു വീട്ടിൽ നടുന്നത് വളരെ ഉപകാരപ്രദമാണ്. കാരണം അത്ര നല്ലൊരു ഫ്രൂട്ടാണ് മേമി സപ്പോട്ട. ഈ ചെടിയുടെ പേര് ചാംലിയാങ് എന്നാണ്. ചാംലിയാങ് എന്ന ചെടി ഒരു ഡെക്കറേഷണൽ പ്ലാന്റായി നടുന്നൊരു ചെടിയാണ് ചാംലിയാങ്. ഇതിൻ്റെ പഴം കുലകളായിട്ട് തൂങ്ങിക്കിടക്കും. പല കളറിൽ ചുവപ്പ്, പച്ച, കറുപ്പ് എന്നീ വിവിധ കളറുകളിലായിട്ടാണ് ഇത് ഉണ്ടാകുക. ഒരേ സമയം 3 കളറിലും ഈ ചെടികളിൽ കായ്കൾ കാണാറുണ്ട്. തിന്നുന്നതിന് അത്ര മധുരകരമായൊരു ടേസ്റ്റ് അല്ല, കമർപ്പാണിതിന്. നമ്മൾ കഴിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നല്ലൊരു ഡെക്കറേഷണൽ പ്ലാന്റായി നടുന്നതാണ് ചാംലിയാങ്. ഈ ചെടിയുടെ പേര് റെയിൻ ഫോറസ്റ്റ് പ്ലം എന്നാണ്. റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ പ്രത്യേകത പേര് പോലെ തന്നെ മഴക്കാലത്ത് പഴുക്കുന്ന ഒരു പ്ലമ്മാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. അത്യാവശ്യം മധുരമുള്ളൊരു നല്ല കാണാൻ ഭംഗിയുള്ള നല്ലൊരു പ്ലമ്മാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇപ്പം നിലവിൽ ഈ പ്ലാന്റിൽ ഇപ്പോൾ നിലവിൽ പൂക്കൾ കാണുന്നുണ്ട്, പൂക്കളായി വരുന്നുണ്ട്. റെയിൻ ഫോറസ്റ്റ് പ്ലം ഒരു വർഷത്തിൽ 2 സീസൺ വരെ കായ്ക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ എന്തായാലും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ കായ്ച്ചിട്ടുള്ളൂ. 2.5 വർഷം കൊണ്ട് കായ്ക്കുന്ന, പെട്ടെന്ന് കായ്ക്കുന്ന, അധികം വളരാത്ത, ബുഷായിട്ട് വളരുന്ന ഒരു നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം നട്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശരിക്കും ഇത് ഒരു വിവിധ ഇനം ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. നമ്മളിവിടെ നട്ടേക്കുന്നത് ചുവപ്പുണ്ട്, അതേപോലെ മഞ്ഞ സ്കിൻ വരുന്നതുണ്ട്. മഞ്ഞ സ്കിൻ വരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വളരാൻ കുറച്ച് താമസമാണ്. അതുമാത്രമല്ല, അതിൽ കായുണ്ടായാലും മൂത്ത് പഴുത്ത് കിട്ടാനും കുറച്ചധികം കാലാവസ്ഥ വരുന്നുണ്ട്. ആ സമയത്ത് ചുമപ്പാണെങ്കിൽ നമ്മൾ പൂവിട്ട് കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് പറിക്കാൻ പറ്റും. ഡ്രാഗൺ ഫ്രൂട്ടിന് പൊതുവെ പലരും കംപ്ലൈൻറ്റ് പറയുന്നത് ഇതിന് ശരിക്കും മധുരമില്ല എന്നൊരു കംപ്ലൈൻറ്റ് എല്ലാവരും ഉന്നയിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ജൈവമായിട്ട് മാത്രം മറ്റ് രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്ന കൃഷി ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നമ്മളിവിടെ കായ്ച്ച് കിട്ടിയ എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടിനും ഒരു ആവറേജ് മധുരം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മധുരമുള്ളൊരു ഫ്രൂട്ടാണെന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഒരുപാട് ഗുണങ്ങളും അതേപോലെ ആവശ്യത്തിനും മധുരവും ഉള്ള ഒരു നല്ല ഫ്രൂട്ട് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അമേരിക്കൻ ബ്യൂട്ടി തുടങ്ങിയ വിവിധ ഇനങ്ങൾ പെട്ട 7ഓളം ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് നമ്മളിവിടെ നട്ടുവളർത്തിയിട്ടുള്ളത്. ഈ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ പേര് വാമ്പി എന്നാണ്. ഇത് കേരളത്തിൽ ഒരുപാട് നട്ടു തുടങ്ങിയിട്ടില്ല, കുറച്ച് റെയറായിട്ട് ഇപ്പോൾ ആളുകൾ അറിഞ്ഞ് നട്ടു തുടങ്ങിയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇത് റംബുട്ടാൻ പോലെ തന്നെ കുലകുലിയായിട്ട് കായ്ച്ചെടുക്കുന്നൊരു മരമാണ്. കായ്ക്ക് അത്യാവശ്യം മധുരവും പുളിയുമുണ്ട്. വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. ഞാനിത് തൃശ്ശൂർ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു നഴ്സറിയിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഒരുപാട് നഴ്സറിയിൽ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ തൈ ലഭ്യമായിരുന്നില്ല. അവിടെയാണ് ഈ തൈ ഉണ്ടായിരുന്നത്. കുറച്ച് വില കൂടിയ ഒരു തൈയാണ്. ഈ തൈ 1500 രൂപ കൊടുത്താണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഏകദേശം ഒരു 5 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് നഴ്സറിക്കാരനോട് പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ച് റെയറായ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ബ്ലാക്ക് ആപ്പിൾ എന്നാണ് ഈ ചെടിയുടെ പേര്. ഈ ചെടിക്ക് ആപ്പിൾ എന്ന് പേരുണ്ടെങ്കിലും ഇത് ശരിക്കും ആപ്പിൾ വിഭാഗത്തിൽപ്പെട്ടതല്ല, സപ്പോട്ട വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ബ്ലാക്ക് ആപ്പിൾ. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ഇതും കുറച്ച് റെയറും കുറച്ച് വില കൂടിയതുമായ ഒരു തൈയാണ്. ഈ തൈ 4 വർഷം കൊണ്ട് കായ്ക്കും. വളരെ നല്ല
മധുരമുള്ള ഒരു ആപ്പിളിൻ്റെ ഒക്കെ ഏകദേശം രുചിയും ഷേപ്പും വരുന്ന ഒരു ഫ്രൂട്ടാണ് ബ്ലാക്ക് ആപ്പിൾ ഫ്രൂട്ട്. ഈ മരത്തിൻ്റെ പേര് പിങ്കൻ എന്നാണ്. ആഞ്ഞിലി വിഭാഗത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് പിങ്കൻ. പിങ്കൻ ചെടി കുറച്ച് റെയറായ ഒരു ചെടിയാണ്, ഒരുപാട് പേര് നട്ടു വളർത്തുന്നില്ല. ചക്കയുടേതുപോലെ വളരെ ചെറിയൊരു ചക്കയും വളരെ ചെറിയ അതിൻ്റെ അകത്ത് ചുളകളും അടങ്ങുന്ന മധുരമുള്ള ഒരുപാട് ധാതുക്കളും ഗുണങ്ങളും വിറ്റാമിൻസും ഉള്ള നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് പിങ്കൻ. ഈ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ പേര് ഗ്രൂമിച്ചാമ എന്നാണ്. ഗ്രൂമിച്ചാമ എന്ന പ്ലാന്റ് 2 കളറിലുണ്ട്, ഒന്ന് മഞ്ഞയുണ്ട്, ഒന്ന് ബ്ലാക്ക് ഉണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ചെടി മഞ്ഞ വിഭാഗത്തിൽപ്പെട്ടാണ്. കറുപ്പ് കളറിൽപ്പെട്ട ഗ്രൂമിച്ചാമയും നമ്മളിവിടെ നട്ടിട്ടുണ്ട്. നല്ല മധുരമുള്ള ചെറിയുടെ ഷേപ്പുള്ള കുറ്റിച്ചെടിയായി വളരുന്ന എല്ലാ വീട്ടിലും വളർത്താൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് ഗ്രൂമിച്ചാമ. ഇത് E35 വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ റംബൂട്ടാനാണ്. ഇതിൻ്റെ പഴം മഞ്ഞയായിരിക്കും. ഈ റംബൂട്ടാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മറ്റ് റംബൂട്ടാനേക്കാളും മധുരം കൂടുതലുണ്ട്. പക്ഷേ ഇതിനൊരു ന്യൂനതയുണ്ട്, ഇത് നമുക്ക് സൂക്ഷിപ്പ് കാലാവധി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിപണന സാധ്യത വളരെ കുറവാണ്. N80 പോലുള്ള ഇനങ്ങളെ അപേക്ഷിച്ച് വിപണന സാധ്യത കുറവുള്ളതും എന്നാൽ ഒരു വീട്ടിൽ ഒരു മരം നട്ട് നമുക്ക് തന്നെ കാവർച്ച് തിന്നാൻ അനുയോജ്യമായൊരു ഇനമാണ് E35. പുലാസാൻ എന്നൊരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുലാസാൻ ശരിക്കും റംബൂട്ടാനേക്കാളും മധുരമുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റാണ്. ഈ ചെടിക്കൊരു അപാകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നല്ല കായ്കൾ കുറവും മോശം പൊട്ടുകായ്കൾ കൂടുതലും ആകുന്നൊരു സ്ഥിതി കാണാറുണ്ട്. അതേപോലെ തന്നെ പുലാസാൻ പെട്ടെന്ന് വളരില്ല, സ്ലോ ഗ്രോത്താണ് ഈ ചെടിക്കുള്ളത്. ഈ ചെടി തന്നെ ഇപ്പോൾ ശരിക്കും 1.5 വർഷത്തിന് മുകളിൽ 2 വർഷത്തിന് താഴെ പ്രായമുള്ളൊരു ചെടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുറച്ച് വലുതായി കഴിഞ്ഞാൽ മാത്രമേ ഇത് കൂടുതലായി പെട്ടെന്ന് വളരാൻ സാധിക്കുകയുള്ളൂ. ട്വിസ്റ്റ് ചെയ്ത് തുറക്കുക എന്ന അർത്ഥത്തിലാണ് പുലാസാൻ എന്ന പേര് ഈ ഫ്രൂട്ട് പ്ലാന്റിന് നൽകിയിരിക്കുന്നത്. വളരെ ഒരുപാട് വലിപ്പത്തിൽ വളരില്ല എന്നുള്ളതിനാലും നമ്മുടെ വീടുകളിൽ നടാൻ വളരെ അനുയോജ്യമായതുകൊണ്ടും മധുരമുള്ളൊരു ഫ്രൂട്ട് ആയതുകൊണ്ടും നമുക്ക് വീടുകളിൽ നടാൻ പറ്റിയൊരു ഫ്രൂട്ട് പ്ലാന്റാണ് പുലാസാൻ. ബറാബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ഈ കാണുന്നത്. ബറാബ കായ്ക്കുന്നതിന് പ്രത്യേകിച്ചൊരു സീസണൊന്നുമില്ല. ഒരു കായ കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പിട്ട ശേഷം വീണ്ടും അടുത്ത കായ്കൾ ഇതിൽ കാണാറുണ്ട്. മഞ്ഞ കളറോട് കൂടിയ ഒരു ചെറിയ വലിപ്പമുള്ളൊരു പഴമാണിത്. പുളിയാണ് കൂടുതൽ, മധുരത്തിൻ്റെ അംശം കുറച്ച് കുറവാണ്, പുളിയാണ് കൂടുതൽ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ കുരു കുറച്ച് വലിപ്പം കൂടുതലാണ്, നമുക്ക് തിന്നാനുള്ള കിട്ടുന്ന അളവ് വളരെ കുറവാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും വിറ്റാമിൻ സിൻ്റെ കലവറ കൂടുതലായി ഉണ്ടെങ്കിലും ഒരു വീട്ടിലേക്ക് അത്ര അനുയോജ്യമല്ലാത്തൊരു ചെടിയാണ് ബറാബ ഫ്രൂട്ട്. ഈ കാണുന്ന ചെടിയുടെ പേര് മഡ്രോണ എന്നാണ്. മഡ്രോണ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് സ്ട്രോബെറിയുടെ ടേസ്റ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്. സ്ട്രോബെറി കായകൾ മരത്തിൽ കായ്ക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു മരമാണ് മഡ്രോണ ഫ്രൂട്ട്. ഒരു വിദേശ ഫ്രൂട്ടാണ്. ശരിക്കും നമ്മുടെ ഇവിടെ കായ്ക്കുകയും നല്ല ഫലം നൽകുകയും ചെയ്യും. ഒലേസാപ്പ എന്നാണ് ഈ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ പേര്. ഏകദേശം ഒരു 3.5 വർഷം കൊണ്ട് ഈ ഫ്രൂട്ട് പ്ലാന്റ് കായ്ക്കാറുണ്ട്. മഞ്ഞ കളറിൽ അത്യാവശ്യം വലിപ്പമുള്ള ശർക്കരയുടെ രുചിയുള്ള ഫ്രൂട്ടാണ് ഒലേസാപ്പയുടേത്. നാരുകളുടെ അംശം കൂടുതലും നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഘടകങ്ങൾ അടങ്ങുന്നതുമാണ് ഒലേസാപ്പ ഫ്രൂട്ട്. ഇത് കെൽഡാങ് എന്ന പേരുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റാണ്. കെൽഡാങ് എന്ന് പറയുന്നത് നമ്മുടെ ആഞ്ഞിലിച്ചക്ക ഫാമിലിയിൽപ്പെട്ട ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് കെൽഡാങ്. ഉള്ളിൽ ആഞ്ഞിലിച്ചക്കയുടെ പോലുള്ള ചുളയാണെങ്കിലും ആയതിന് മധുരം കൂടുതലും മാധുര്യമേറുന്നതുമാണ്. അത്യാവശ്യ സ്ഥലമുള്ളവർക്ക്, കുറച്ച് വളർന്ന് വലുതാകുന്നതുകൊണ്ട് അത്യാവശ്യ സ്ഥലമുള്ളവർക്ക് നടാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് കെൽഡാങ്. ഈ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ പേര് ദുര്യൻ എന്നാണ്. ദുര്യൻ എന്ന ഫ്രൂട്ട് പ്ലാന്റിന് വിവിധ ഇനങ്ങളുണ്ട്. അതിൽ മുസാക്കിങ് എന്നൊരു വിഭാഗത്തിൽപ്പെട്ട ദുര്യനാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ദുര്യൻ ബെഡ് അല്ലെങ്കിൽ കായ്ക്കുന്നതിന് ഏകദേശം ഒരു 5 വർഷത്തിന് മുകളിലെടുക്കും.
5, 6, 7 വർഷം വരെ എടുക്കാൻ സാധ്യതയുണ്ട്. ബെഡ് തൈ ആണെങ്കിലാണ് ഒരു 5 വർഷം കൊണ്ട് കായ്ക്കുള്ളൂ. ഇതിൻ്റെ ചക്കയുടെ മുള്ള് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പായ മുള്ളാണ്. ഒരു കവറിലിട്ട് കഴിഞ്ഞാൽ കവർ കീറിപ്പോവും. ഈ പഴത്തിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് ഇതിനൊരു വല്ലാത്ത ബാഡ് സ്മെല്ലാണ്. ശരിക്കും നമ്മുടെ ചേനപ്പൂവൊക്കെ ഇത് ചീഞ്ഞിട്ട് ഉണ്ടാകുന്ന അത്രയ്ക്കും മോശമായൊരു മണമാണ് ദുരിയൻ ഫ്രൂട്ടിനുള്ളത്. പക്ഷേ ഈ മണത്തിൻ്റെ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയാൽ ഒരുപാട് ഗുണങ്ങളുള്ള, ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റാണ് ദുരിയൻ ഫ്രൂട്ട്. എന്നെ ഈ കൃഷിയിൽ സഹായിക്കുന്നത് എൻ്റെ ചാച്ചനാണ്. ഞങ്ങൾ ഓരോ ചെടി വാങ്ങി നടുമ്പോഴും ഞാൻ ചാച്ചനെയും കൂട്ടിയാണ് അതിൻ്റെ സ്ഥലം കണ്ടെത്തുന്നതും അതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതും കുഴിയെടുക്കുന്നതും നടുന്നതും. അപ്പോൾ ഞങ്ങൾ ഓരോ തൈ നടുമ്പോൾ ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ഈ തൈ നന്നാകണം ദൈവമേ, ഇനി ഇത് മാറ്റിയൊന്നും നടാതെ ഞങ്ങൾക്ക് നല്ലൊരു കായ്ഫലം കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഈ തൈ നടുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ നല്ല അനുഗ്രഹമുള്ള ഒരു ജില്ലയിൽ, വയനാട് ജില്ലയിൽപ്പെട്ട ഈ ഭൂമിയിൽ ഇത്രയും നന്നായി വിവിധ കൃഷികൾ ചെയ്യാൻ സാധിച്ചതിന് ശരിക്കും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് എനർജികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പഴങ്ങൾ നട്ടാൽ മുഴുവൻ പക്ഷികൾ കൊണ്ടുപോകില്ലേ, അല്ലെങ്കിൽ ആളുകൾ പറിച്ചുകൊണ്ട് പോകില്ലേ, ഇതിവിടെ കായ്ക്കുമെന്ന് നിങ്ങൾക്ക് വലിയ ഉറപ്പുണ്ടോ, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളതെല്ലാം തള്ളി ഈ ചെടികൾ മുഴുവൻ നട്ടു വളർത്തി. പക്ഷേ ഈ പഴം ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ആയുസ് കൊണ്ട് ഞാൻ തിന്ന് തീർക്കില്ല. എൻ്റെയും എൻ്റെ മക്കളുടെയും വരും തലമുറയെയും അതേപോലെ തന്നെ ഈ പ്രദേശത്ത് വരുന്ന മറ്റാളുകളെയും ഒക്കെ ഈ പഴങ്ങൾ കൊടുക്കുകയും ഇവ നടാൻ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഈ കൃഷി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.